ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓണം പോണമെന്ന് ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന ഭയങ്കര പ്രിട്ടി ആയിട്ടുള്ള നോർത്ത് യോർക്ക്ഷയറിലാണ് നമ്മളിന്ന് പോകുന്നത്. നമ്മൾ മെയ് ബാങ്ക് ഹോളിഡേ വീക്കെൻഡാണ് പോകുന്നത്. മെയ്യിലെ ഫസ്റ്റ് മൺഡേ ആണ് ഇവിടുത്തെ ഹോളിഡേ. അപ്പോൾ പതിവ് തെറ്റിക്കാണ്ട് ഈ വീഡിയോയും ഫുഡിൽ നിന്ന് തന്നെ തുടങ്ങാം. മാഞ്ചസ്റ്ററിലുള്ള ലാഹോറി ടേസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ പോയി കഴിച്ചത്. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നല്ല കീമ പറാത്ത, നല്ല ആലു പറാത്ത ഒക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോവാം. അങ്ങനെ മനസ്സും വയറും ഒക്കെ നിറഞ്ഞ് നമ്മുടെ ട്രിപ്പ് തുടങ്ങുകയാണ്. ഇതാണ് നമ്മുടെ ഐറ്റിനറി. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്സ്ബറയാണ്. ഇത് റിവർ നിഡിൻ്റെ സൈഡിലായിട്ടുള്ള ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് ടൗൺ ആണ്. ഞാനിത് ഇംഗ്ലണ്ടിലായതുകൊണ്ട് മാത്രമല്ല ഇംഗ്ലീഷ് ടൗൺ എന്ന് പറഞ്ഞത്. നമ്മൾ പണ്ടത്തെ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളതും ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിൽ വരുന്ന ആ ഒരു കുട്ടി ഭയങ്കര ഭംഗിയുള്ളൊരു ടൗൺ സെറ്റപ്പ് അല്ലേ, അങ്ങനത്തെ ഒരു സ്ഥലമാണിത്. ഒരു ടൈംലെസ് ആയിട്ടുള്ള സ്ഥലം. ഈ വീഡിയോ ത്രൂ ഔട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സ്ഥലം എന്തൊരു ആർട്ടിസ്റ്റിക് ആണെന്നുള്ളത്. നമ്മൾ ഒരുപാട് മരങ്ങൾ കണ്ടു ഇങ്ങനെ കൊത്തുപണി ചെയ്തിട്ടുള്ള പോലത്തെ. ഓക്കെ, ഇനി നെയ്സ്ബറയെ പറ്റി പറയുവാണെങ്കിൽ ഈ ടൗണിനെ ഒരു സ്പാ ടൗൺ എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടുത്തെ വെള്ളം അത്രയും മിനറൽ റിച്ച് ആണ്. പണ്ടൊക്കെ ഇതിനെ ഹീലിംഗ് വാട്ടർ എന്ന് വരെ പറഞ്ഞിരുന്നത്. ഓൾഡ് ഇംഗ്ലീഷിൽ ഫോർട്രസ് ഓൺ ദ റോക്ക് എന്നാണ് നെയ്സ്ബറയുടെ മീനിങ് തന്നെ. കാരണം ഈ സ്ഥലം ഇരിക്കുന്ന ഒരു ക്ലിഫിൻ്റെ ടോപ്പിലാണ്. ആൻഡ് ഇവർക്കൊരു കാസിലുണ്ട്. ഈ റിവർ നിഡിൻ്റെ സൈഡിലായിട്ടാണ് ബോട്ട് ഹയർ ഒക്കെ ഉള്ളത്. ഇത് തന്നെയാണ് നമ്മൾ ആ പാർക്കിംഗ് ലോട്ടിൻ്റെ അവിടെ കറങ്ങി വരുന്നത് കണ്ടത്. ഇവിടെ മാത്രം ഒരു ദിവസമൊക്കെ സ്പെൻഡ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബോട്ടൊക്കെ ഹയർ ചെയ്തൊന്ന് കറങ്ങി തിരിഞ്ഞൊക്കെ വന്നാൽ നല്ല രസമായിരിക്കും. ഞങ്ങൾ ഓൾഡ് മദർ ഷിപ്റ്റൺസ് കേവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആദ്യം കയറിയത്. രണ്ടാമത് ബോട്ട് ഹയർ ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷെ അപ്പോഴേക്കും അടച്ചുപോയി. ഇംഗ്ലണ്ടിലത്തെ തന്നെ ഓൾഡസ്റ്റ് ടൂറിസ്റ്റ് അട്രാക്ഷനാണിത്. മദർ ഷിപ്റ്റൺ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രവാചകയായിരുന്നു. മദർ ഷിപ്റ്റൻ്റെ ഒറിജിനൽ നെയിം ഏഴ്സല എന്നായിരുന്നു. ഇതിനകത്ത് ഒരു കേവ് ഉണ്ട്, അവിടെയാണ് അവർ ജനിച്ചത് എന്നാണ് പറയുന്നത്. നമുക്ക് ഈ അഡ്മിഷൻ ഫീ കൊടുത്തു കഴിയുമ്പോൾ കിട്ടുന്ന ഈ ബുക്കിനകത്ത് ശരിക്കും ഇതിൻ്റെ ഹിസ്റ്ററി മൊത്തം ഉണ്ട്. മദർ ഷിപ്റ്റനെ പറ്റി ഇതിനകത്ത് എന്തൊക്കെ കാണാനുണ്ട്, എന്തൊക്കെ പരിപാടികൾ നടക്കാറുണ്ട് എന്നൊക്കെ ഉള്ളത്. അതിലെ കുറച്ച് കഥകളൊക്കെ ഞാൻ പറഞ്ഞുതരാം. 1488 അഗത എന്ന് പറയുന്ന 15 വയസ്സുകാരിക്കുണ്ടായ കുട്ടിയാണ് ഏഴ്സല. അതാണ് മദർ ഷിപ്റ്റൻ ആയത്. പിന്നീട് വീട്ടുകാരും നാട്ടുകാരൊക്കെ ഉപേക്ഷിച്ചതുകൊണ്ട് ഇതിനകത്തുള്ള ഒരു കേവിലാണ് അഗത വന്ന് താമസിച്ചത്. കുട്ടിയിട്ടായി 2 വർഷത്തോളം അവർ ഈ കേവിൽ തന്നെയാണ് താമസിച്ചത്. അതിനുശേഷം കുട്ടീനെ ഇവിടെ ഒരു ഫാമിലി അഡോപ്റ്റ് ചെയ്തു. അഗത പിന്നീടുള്ള കാലം നോട്ടിംഗ്ഹാം ഷെയറിലെ ഒരു കോൺവെന്റിലാണ് താമസിച്ചത്. ഏഴ്സലയുടെ ഹസ്ബൻഡിന്റെ സെക്കൻഡ് നെയിം ഷിപ്റ്റൺ ആയിരുന്നു. അങ്ങനെയാണ് ഷിപ്റ്റൺ എന്നുള്ളത് വന്നത്. പിന്നീട് ഇവർക്ക് പ്രായമായപ്പോൾ അവിടുത്തെ എൽഡർലി ലേഡി ആയതുകൊണ്ട് മദർ എന്ന് വന്നു. അങ്ങനെയാണ് മദർ ഷിപ്റ്റൺ ആയത്. ആളുടെ പ്രൊഫസീസിലെ വലിയ ഒന്നാണ് ദ വേൾഡ്സ് എൻഡ് എന്ന് പറഞ്ഞാൽ ഈ വയാഡക്ട് കണ്ടില്ലേ, ആ വയാഡക്ട് 3 തവണ വീണാൽ അതോടെ ലോകം അവസാനിക്കുന്നതാണ് പറയുന്നത്. 2 തവണ ഓൾറെഡി വീണു, അതിനുശേഷം റീകൺസ്ട്രക്ട് ചെയ്തതാണെന്നാണ് ഈ ബുക്കിൽ പറയുന്നത്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു പബ് ഉണ്ട്. അതിന്റെ പേര് ദ വേൾഡ്സ് എൻഡ് എന്നാണ്. ഈ പ്രൊഫസിയിൽ നിന്നാണ് അതിന്റെ പേര് വന്നത്. ഈ വീഡിയോയിൽ പറഞ്ഞു തീർക്കാൻ പറ്റാത്തത്ര കഥകൾ ആ ബുക്കിലുണ്ട്. അതുകൊണ്ട് ഞാൻ അവരുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നമ്മൾ ഈ കേവിലേക്ക് പോകുന്ന ഈ ഫോറസ്റ്റ് വാക്ക് എന്ന് പറയുന്നത് ഭയങ്കര പ്രിട്ടിയാണ്. അതുകൂടാണ്ട് ഭയങ്കര പീസ്ഫുൾ, ഭയങ്കര കാം. കുറേ കിളികളുടെ ഒച്ച, അതൊന്നും പോരായിട്ട് ഒരുപാട് ആർട്ട് ഇൻസ്റ്റലേഷൻസ് പല പല ഭാഗത്തായിട്ടുണ്ട്. ഒരു കുഞ്ഞു കോഫി ഷോപ്പ് ഉണ്ട്. അങ്ങനെ ഒരുപാട് പറയാൻ പറ്റാത്തത്ര സൗന്ദര്യമുള്ളൊരു സ്ഥലമാണിത്. പിന്നെ ഇവരുടെ വെബ്സൈറ്റ് നോക്കിയാൽ കാണാം ഓരോ സീസണിലും ഒരുപാട് ഈവൻറ്റ്സ് ഉണ്ട്. തീംഡ് ആയിട്ടുള്ള ഈവൻറ്റ്സ് നടക്കാറുണ്ട്. ഇപ്പോൾ ഹാലവീനാണെങ്കിലും ഈസ്റ്ററിനാണെങ്കിലും ഒക്കെ ആയിട്ട്. ഏറ്റവും കൂടുതൽ പിള്ളേരെ ഫോക്കസ് ചെയ്തിട്ടുള്ള പരിപാടികളാണ്. ഹാഫ് ടേമിൻ്റെ ടൈമിലൊക്കെ ഇവിടെ സ്പെഷ്യൽ ഈവൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, എന്നിട്ട് പ്ലാൻ ചെയ്യുക നിങ്ങളുടെ വിസിറ്റ്. ഈ കോയിൻ ട്രീസ് എന്ന് പറഞ്ഞ സംഭവം കണ്ടോ? ഇതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ ആൾക്കാർ പ്രഷ്യസ് ഐറ്റംസും കോയിൻസും ഒക്കെ ട്രീസിന് ഓഫർ ചെയ്യുമായിരുന്നു, അവരുടെ അൺലക്കി ആയിട്ടുള്ള കാര്യങ്ങളും അസുഖങ്ങളും ഒക്കെ മാറാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു കോൺസെപ്റ്റിലാണ് ഇവരിത് ഇവിടെ വച്ചിരിക്കുന്നത്.
അതിന് തൊട്ടിപ്പുറയായിട്ട് ആലിസ് ഇൻ വണ്ടർലാൻഡ് തീമിൽ ഒരു ഫുൾ സെറ്റപ്പ് തന്നെയുണ്ട്. പറയാണ്ടിരിക്കാൻ പറ്റില്ല, അത്രയും ആർട്ടിസ്റ്റിക്കും അത്രയും പെർഫെക്ഷനോടെയാണ് ഇവർ ഓരോന്നും ചെയ്തു വെച്ചിരിക്കുന്നത്. ശരിക്കും ഈ സ്ഥലം മൊത്തത്തിലുണ്ടല്ലോ ട്രഡീഷൻസും സൂപ്പർസ്റ്റിഷൻസും സ്റ്റോറീസും എല്ലാം കൊണ്ടൊരു മിക്സാണ്. ആ എൻട്രൻസിൽ നിന്ന് ഈ മദർഷിപ്റ്റൺ കേവിനകത്തേക്ക് ആകെ കൂടെ ഒരു 10-15 മിനിറ്റ്സ് വാക്കുള്ളൂ. പക്ഷെ നമ്മൾ ഓരോന്നും കണ്ട് അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഏകദേശം ഒരു 2-3 മണിക്കൂറോളം എടുത്തിട്ടുണ്ട് അവിടെ. അപ്പം അങ്ങനെ നമ്മൾ നടന്ന് അവസാനം പെട്രിഫൈങ് വെല്ലും മദർഷിപ്റ്റൺ കേവ് എത്തി. ആദ്യം ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ വെള്ളം ഭയങ്കര മിനറൽ റിച്ച് ആണ്. അതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിൽ ഒരുപാട് നാൾ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ പെട്രിഫൈ ആയിപ്പോവും. അതായത് ഈ കല്ല് പോലെ ആയിപ്പോവും. ഇപ്പം അവിടെ തൂക്കിയിട്ടിരിക്കുന്ന ടെഡി ബെയർസൊക്കെ, കുഞ്ഞു ടെഡി ബെയറൊക്കെ ആണെങ്കിൽ ഒരു 3 to 5 monthsനുള്ളിൽ, അല്ലെങ്കിൽ കുറേ കൂടെ വലിയ ഐറ്റംസ് ആണെങ്കിൽ ഒരു 12 മാസത്തിനുള്ളിലൊക്കെ പെട്രിഫൈ ആയിപ്പോവും. പക്ഷെ പണ്ട് കാലത്തെ ആൾക്കാർ വിശ്വസിച്ചിരുന്നത് മദർഷിപ്റ്റൺ ചെയ്യുന്നതാണ് ഇതൊക്കെയെന്ന്. ഈ വഴിയുടെ എൻഡിലായിട്ട് ഒരു ഗിഫ്റ്റ് ഷോപ്പ് ആൻഡ് ഒരു കുട്ടി മ്യൂസിയം പോലെ ഒരു സെറ്റപ്പ് ഉണ്ട്. അവിടെ നമുക്ക് ഈ പെട്രിഫൈ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങാനും പറ്റും. ഇപ്പം ഏകദേശം 5 മണി കഴിഞ്ഞു. നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ്. ഇനി ഡ്രൂയിഡ്സ് ടെമ്പിൾ എന്ന് പറഞ്ഞ സ്ഥലം കൂടെ പോയിട്ട് നമ്മൾ ഇന്നത്തെ ദിവസം പാക്കപ്പ് ചെയ്യും. ഈ നോർത്ത് യോർക്ക്ഷയർ ട്രിപ്പിൽ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വിചാരിക്കുന്ന സമയത്തൊന്നും എവിടെ എത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലായിടത്തും ഭയങ്കര ഭംഗിയാണ്, ഒരുപാട് സാധനങ്ങൾ കാണാനുണ്ട്. ദാറ്റ് നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഇറങ്ങി എത്തുമ്പോഴത്തേക്കും ഒരു നേരമാവും. അങ്ങനെ ഡ്രൂയിഡ്സ് ടെമ്പിൾ എത്തിയപ്പോഴത്തേക്കും ഏകദേശം 7 മണി കഴിഞ്ഞു. പേരിലൊരു ടെമ്പിൾ ഉണ്ടെങ്കിൽ ഇത് ആക്ച്വലി ടെമ്പിളൊന്നുമല്ല, പ്രീ ഹിസ്റ്റോറിക് മോണ്യുമെൻറ്റ്സ് ആയിട്ടുള്ള സ്റ്റോണേഞ്ചൊക്കെ പോലെ ഒരു പാറ്റേണിൽ ഉണ്ടാക്കിയൊരു സംഭവമാണ് ഇവിടുത്തെ അൺഎംപ്ലോയ്മെൻറ്റിനൊക്കെ കോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇതൊരു കാട് പോലത്തെ സ്ഥലത്തിൻ്റെ നടുവിൽ ഉണ്ടാക്കിയേക്കണോണ്ട് തന്നെ ആ ഒരു ഫീലൊക്കെ കിട്ടും. ഇതാണ് നമ്മുടെ ഫൈനൽ സ്റ്റോപ്പ് ഓഫ് ഡേ 1. പക്ഷേ ഈ നേരമായപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നല്ല വിശപ്പായി. ആൻഡ് ലീഡ്സ് വഴിയാണ് നമ്മൾ നമ്മുടെ എയർബിഎൻബിയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഓർത്തു ലീഡ്സിൽ തറവാട് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. സോ അവിടെ ട്രൈ ചെയ്യാമെന്ന് ഓർത്തു. ആ ഡെസ്റ്റിനേഷൻ വച്ച് പിടിച്ച് പോകുമ്പോഴാണ് നമ്മൾ ഈ പോകുന്ന റൂട്ട് മൊത്തം 2 സൈഡും മഞ്ഞ കളർ, ഇങ്ങനെ മഞ്ഞ ഫ്ലവേഴ്സ് നിറഞ്ഞു നിൽക്കുക. ഒരു ഫീൽഡ് ഫുള്ളി ഓപ്പണായി കണ്ടുകൊണ്ട് നമുക്ക് അവിടെ ഒന്ന് ഇറങ്ങാൻ പറ്റിയേ. ഞങ്ങളിത് മസ്റ്റർഡ് സീഡ്സാണെന്ന് വിചാരിച്ച് ഇറങ്ങി, പക്ഷേ ഇത് ആക്ച്വലി റേപ്പ് സീഡ്സ് അത്ര. അങ്ങനെ അവസാനം 9:30 ആയപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറി. അത് കഴിഞ്ഞ് നേരെ വിട്ടു എയർബിഎൻബിയിലേക്ക്. ഡേ 2 മൂഡ് കളയാനായിട്ട് രാവിലെ തന്നെ ഒടുക്കത്ത മഴയാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ വീക്കെൻഡും ലോങ് വീക്കെൻഡ്സും ഒക്കെ നോക്കി വെച്ച് മഴ വരിക. വീട്ടിലിരുന്ന് പണിയെടുക്കുന്ന ദിവസമാണെങ്കിൽ ഭയങ്കര ബ്ലൂ സ്കൈ, നല്ല വെയിൽ. എന്താണാവോ ഈ രാജ്യം അങ്ങനെ. ഉള്ളതുകൊണ്ട് ഓണം പോലെ.
നമ്മൾ പൊക്കോണ്ടിരുന്ന വഴിയിൽ നിന്ന് ഒരു കാപ്പി കുടിക്കാൻ വേണ്ടി എടുത്ത ഡീവിയേഷനിൽ കണ്ടുപിടിച്ച സ്ഥലമാണ് ഈ ഫ്ലവർ ബെൽറ്റ്. പിക്ക് യുവർ ഓൺ ട്യൂലിപ്സ് എന്ന് പറഞ്ഞൊരു വലിയ ബോർഡ് റോട്ടിൽ കണ്ടത് ഞങ്ങൾ നേരെ ചാടി ഓടി കയറി. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സിസേഴ്സും ഒരു പ്ലാന്ററും അവർ തരും. നമുക്ക് ഇഷ്ടമുള്ളത്ര ട്യൂലിപ്സ് എടുക്കാം. അതിൻ്റെ റേറ്റൊക്കെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പുറത്താണെങ്കിൽ നല്ല സൂപ്പർ തണുപ്പും മഴയും. ട്യൂലിപ്സ് ഒന്നും പറിക്കാൻ പറ്റിയ സമയമേ അല്ല. പക്ഷെ സ്വന്തമായിട്ട് പറിച്ച ട്യൂലിപ്സ് വീട്ടിൽ കൊണ്ട് വയ്ക്കണം എന്നുള്ള ആക്രാന്തം കാരണം മാത്രം ഇറങ്ങിയതാണ്. ഈ ഫ്ലവർ ബെൽറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് സീസണിനനുസരിച്ച് ഫ്ലവേഴ്സൊക്കെ മാറും. ചിലപ്പോൾ വൈൽഡ് ഫ്ലവേഴ്സ് ആയിരിക്കും, ചിലപ്പോൾ സൺഫ്ലവർ ആയിരിക്കും, ചിലപ്പോൾ ട്യൂലിപ്സ് ആയിരിക്കും. അപ്പം നിങ്ങൾ ഈ വിസിറ്റ് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് എന്താണോ ഫ്ലവേഴ്സ് ഉള്ളത് അതായിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോൾ ട്യൂലിപ്സൊക്കെ വാങ്ങിയ എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഒന്ന് അടങ്ങിയപ്പോഴാണ് കാപ്പീനെ പറ്റി വീണ്ടും ഓർത്തത്. അങ്ങനെ കാപ്പിക്കട തപ്പി വീണ്ടും ഇറങ്ങി. അങ്ങനെ നമ്മൾ അപ്രതീക്ഷിതമായി എത്തിപ്പെട്ട വേറൊരു സ്ഥലമാണ് ഹെൽംസ്ലി. ഈ ബ്യൂട്ടിഫുൾ കോയിൻസിഡൻസ് എന്നൊക്കെ പറയില്ലേ, അതായിരുന്നു ഇത്. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് കണ്ടൊരു സീരീസാണ് ഡൗൺടൺ ആബി. അതിൽ കാണിക്കുന്ന സ്ഥലം യോർക്ക്ഷയർ ആണെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും അതിൽ കാണിക്കുന്ന പോലത്തെ കുട്ടി കുട്ടി വീടുകളും കുട്ടി കുട്ടി കടകളും ഒക്കെ ആയിട്ടുള്ളൊരു സ്ഥലമായിട്ട് തോന്നി. ഞായറാഴ്ച വൈകുന്നേരം ഇവിടെ എല്ലായിടത്തും 5 മണിയാകുമ്പോൾ എല്ലാം അടച്ചു പൂട്ടും. അതുകൊണ്ട് ഞങ്ങൾ ഓർത്തു എന്നാൽ പിന്നെ കാപ്പിക്ക് പകരം ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന്. പക്ഷേ ഈ ഫുഡ് കിട്ടാനായിട്ട് ഇവിടെ ഉള്ള എല്ലാ കടയിലും കയറി ഇറങ്ങി. എല്ലായിടത്തും റിസർവേഷൻ വേണമായിരുന്നു. അവസാനം കൂപ്പേഴ്സ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് കയറി നമ്മൾ. ഇവർക്ക് തന്നെ ഒരു ഫാം ഉണ്ട്. ഇവിടെ ഉണ്ടാകുന്ന പ്രൊഡ്യൂസ് വെച്ചിട്ട് തന്നെയാണ് ഇവർ റെസ്റ്റോറൻറ്റ് റൺ ചെയ്യുന്നത്. നമുക്ക് കഴിക്കുമ്പോൾ ആ ഫ്രഷ്നെസ് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നേരെ വിട്ടു വിറ്റ്ബിയിലേക്ക്. നമ്മൾ രാവിലെ വിറ്റ്ബിയിലേക്ക് വേണ്ടി ഇറങ്ങിയതാണ്. എന്നിട്ടാണ് ഇത്രയും ഡീവിയേഷൻ എടുത്ത് പല സ്ഥലത്ത് ചെന്ന് വെട്ടത്. വിറ്റ്ബിയിൽ ചെന്നപ്പോഴത്തേക്ക് 2 പ്രശ്നം ഉണ്ടായിരുന്നു. ഒന്ന്, ഒടുക്കത്തെ മഴ, നിൽക്കുന്ന ഒരു ലക്ഷണമേ കാണുന്നില്ല. പിന്നെ 5 മണി കഴിഞ്ഞു. അപ്പോൾ വിറ്റ്ബി ആബിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രൻസും ക്ലോസ് ചെയ്തു. വിറ്റ്ബി എന്ന് പറയുന്നത് ഒരു ഫിഷിംഗ് ടൗൺ ആണ്. ആൻഡ് ഇവിടുത്തെ ക്ലിഫിൻ്റെ മേലായിട്ടാണ് ഈ വിറ്റ്ബി ആബി നിൽക്കുന്നത്. ഇതൊരു മൊനാസ്ട്രി ആയിരുന്നു പണ്ട്. അതിൻ്റെ റൂയിൻസ് ആണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ആർക്കെങ്കിലുമൊക്കെ ഈ സ്ഥലം നല്ല പരിചയം തോന്നുന്നുണ്ടോ? ഡ്രാക്കുളയുടെ പല അഡാപ്റ്റേഷൻസിലും ഈ സ്ഥലം അപ്പിയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വിറ്റ്ബി വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അഡ്വാൻസ് ടിക്കറ്റ്സ് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഏകദേശം 12-13 പൗണ്ടിന് കിട്ടും. അതല്ല, കുറച്ച് ലേറ്റ് ആയിട്ട് ഇവിടെ വന്നിട്ടാണ് എടുക്കണമെങ്കിൽ 14 പൗണ്ടോളം വരും. അബിയുടെ സൈഡിലൊരു കഫേ ഉണ്ട്. അവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ടൗൺ മൊത്തം താഴെ കാണാൻ പറ്റും. പിന്നെ തൊട്ട് മുമ്പ് കാണിച്ച സെയിന്റ് മേരീസ് ചർച്ചിന്റെ സൈഡിൽ കൂടെ താഴേക്ക് 199 സ്റ്റെപ്സ് ഇറങ്ങിയിട്ടും ടൗണിലേക്ക് പോകാൻ പറ്റും. ഇത് എണ്ണി കയറുക അല്ലെങ്കിൽ എണ്ണി ഇറങ്ങുക എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ട്രഡീഷൻ ആയിട്ടാണ് പറയുന്നത്. ഭയങ്കര സ്റ്റോമി ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണ്. പക്ഷെ നമ്മളൊന്ന് ജസ്റ്റ് കോസ്റ്റിന്റെ അവിടെ കൂടെ പോയിട്ട് തിരിച്ച് റോബിൻഹുഡ് ബേയിലേക്ക് പോകാനുള്ള പ്ലാനാണ്. റോബിൻഹുഡ്സ് ബേ എന്ന് പറയുന്നത് വിറ്റ്ബിക്ക് അടുത്ത് തന്നെയായിട്ടുള്ള വേറൊരു ഫിഷിംഗ് വില്ലേജ് ആണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലം ഭയങ്കര സ്റ്റീപ്പാണ് താഴേക്ക്. ആൻഡ് ഭയങ്കര നാരോ ആയിട്ടുള്ള കോബിൾഡ് സ്ട്രീറ്റ്സ് ആണ്. പണ്ട് കാലത്ത് ബോട്ടുകളും കപ്പലുകളിലും കൂടെയൊക്കെയുള്ള സ്മഗ്ലിങ് ഭയങ്കര ഫേമസ് ആയിരുന്നു ഈ സ്ഥലം. ഇവിടെ ഒരുപാട് ഹിഡൻ പാസേജ് വേസ് ഉണ്ട്. ദാറ്റ് താഴെ കപ്പലിൽ വരുന്ന സാധനങ്ങളൊക്കെ സൂര്യവെളിച്ചം പോലും തട്ടാണ്ട് മേലെ വില്ലേജിലേക്ക് എത്തിക്കാൻ പറ്റും.
റോബിൻഹുഡ്സ് ബേ UK-ലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഫോസിൽ ഹണ്ടിങ്ങിന്. അതിനിവിടെ ഒരുപാട് ആൾക്കാർ വരാറുമുണ്ട്. അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ട്. നോർത്ത് യോർക്ക് മൂവ്സ് നാഷണൽ പാർക്കിന്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. ഞാൻ ഈ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം. ഇതൊക്കെയായിരുന്നു നമ്മുടെ വീക്കെൻഡ് ട്രിപ്പ് ടു നോർത്ത് യോർക്ക്ഷയർ. എന്നെ പോലെ തന്നെ നോർത്ത് യോർക്ക്ഷയർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. ഇതുവരെ വീഡിയോ കണ്ടിരുന്നതിന് താങ്ക് യു സോ മച്ച്. നന്ദി, നമസ്കാരം, ബൈ.